എല്ലാവരും പറയാറുണ്ട്, അതായത് ജയിൽ പോലത്തെ എക്സാം ക്രാക്ക് ചെയ്യാൻ 15 മണിക്കൂർ 16 മണിക്കൂർ പഠിക്കണം എന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കംപ്ലീറ്റ്ലി 2 കൊല്ലം 15 മണിക്കൂർ 16 മണിക്കൂർ പഠിച്ച ഒരാളൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ലാസ്റ്റിലത്തെ കുറച്ചൊരു 2 മാസം ഞാൻ കുറച്ച് അധികം കഴിഞ്ഞ ഒരു ദിവസം ഞാനത് ഉറക്കം നീക്കി വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായില്ല. ആ സമയത്ത് ഉറങ്ങും. ഇത് കഴിഞ്ഞില്ല എന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ബാക്കിയുണ്ടല്ലോ. ഇത് വേറെ ആക്ടിവിറ്റീസിനൊന്നും ഞാൻ അങ്ങനെ പിന്നെ 2 കൊല്ലം ഈ 2 കൊല്ലം ഇടപെട്ടിട്ടില്ലായിരുന്നു. ഫ്രണ്ട്സ് എന്തെങ്കിലും കളിക്കാൻ അങ്ങനെ പോയാലും ഞാൻ എവിടെയും പോക്കില്ലായിരുന്നു 2 കൊല്ലം. അതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കും. അപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ഡിസേബിൾ ആക്കി ആ സമയം ഫ്രീ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ലാതെ നോക്കും. ഞാൻ എൻ്റെ ജെഇ പ്രിപ്പറേഷൻ തുടങ്ങിയത് 10ാം ക്ലാസ് എൻഡ് ചെയ്തതിന് ശേഷമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി മുന്നേ നോക്കിയാൽ +1 നമ്മളൊരു എന്താ പറയുക സ്ട്രഗ്ലിംഗ് പീരീഡ് കുറഞ്ഞു കിട്ടും. സാധാരണ നമ്മൾ +1 എത്തിയിട്ടായിരിക്കും പല കാര്യത്തിലും നമുക്ക് മാത്സ് ബേസ് ഇല്ല എന്ന് മനസ്സിലാവുക. അത് നമ്മൾ ആദ്യം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ +1 നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ഏതൊരു ഇങ്ങനെ ഫിസിക്സിലായ ആവേശത്തിൽ ഒരു ക്വസ്റ്റൻ ഇട്ട് ചെയ്യാൻ നിന്നതായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തിട്ട് എനിക്ക് തീരെ ഒന്നും കിട്ടാനിട്ട് ഞാൻ ഡൗട്ട് ക്ലിയറൻസിൽ വിളിച്ചു. ഡൗട്ട് ക്ലിയറൻസിൽ വിളിച്ചിട്ട് അവർ ഇപ്പോൾ അവിടുത്തെ ഒരു സാർ എന്നോട് പറഞ്ഞു, അതായത് മാത്സിൽ നമ്മൾ ബേസ് ഇല്ലാണ്ട് തുടങ്ങിയിട്ട് കാര്യമില്ല, ഇത് വേറെ എന്ത് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മാത്സിൻ്റെ ബേസിക്സ് ക്ലിയർ ആക്കണം, എന്നിട്ട് മാത്രം ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുന്നു. ആ സാർ അത് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ മാത്സിൻ്റെ ബേസിക്സ് ആദ്യം സെറ്റാക്കിയത്. കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷേ അതായത് ഒരുപാട് ഓർത്ത് വെക്കണം, അങ്ങനെ കുറേ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നിട്ട് കെമിസ്ട്രീൻ്റെ സബ്ജക്റ്റ് വൈസ് പേഴ്സണലി 98.5 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തത് റിഷാദ് സാറിൻ്റെ ഇനോർഗാനിക്കും ഫിസിക്കൽ കെമിസ്ട്രി കംപ്ലീറ്റ് റിഷാദ് സാറിൻ്റെ ക്ലാസ് വെച്ചിട്ട് തന്നെയാണ് പഠിച്ചത്. മെൻറ്റർഷിപ്പ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. മെൻറ്ററുടെ പേര് ഹരിതാന്നായിരുന്നു. ടീച്ചർ എന്തായാലും വീക്കിലി ഒരിക്കൽ എന്തായാലും വിളിക്കാറുണ്ട്. അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് എന്താ പറയുക, ജയിലിൽ നടക്കുമ്പോൾ ബോർഡ് എക്സാം തീരെ നോക്കില്ല പറയുമ്പോൾ ടീച്ചർ ഇങ്ങനെ ഈ ജസ്റ്റ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരും. അങ്ങനെ പല ഹെൽപ്പും ടീച്ചർ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതായത് ഞാൻ 10ാം ക്ലാസ്സിലങ്ങനെ പഠിക്കുന്ന സമയത്ത് എജുപോർട്ടിൻ്റെ പഴയൊരു ചാനൽ ഉണ്ടായി. ആ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഒരു IIT ഖരഗ്പൂരിലുള്ള അജാസ് സാറിൻ്റെ ഒരു കസിൻ ചെയ്ത വീഡിയോ. ആ ക്ലാസ്സിലെ ഓരോന്ന് പറയുന്നത്, അതായത് മാത്സ് എങ്ങനെ പഠിക്കണം, ഫിസിക്സ് എങ്ങനെ പഠിക്കണം, IITസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ഈ IITനെയും NITനെയും പറ്റി കേട്ടത് ആ വീഡിയോസ് വെച്ചിട്ടായിരുന്നു. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ പ്രിപ്പറേഷൻ മോസ്റ്റ്ലി. പിന്നെ ഓരോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം ഓൾമോസ്റ്റ് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായിട്ട് എന്താ പ്ലാൻ എന്ന് വെച്ചാൽ കോഴിക്കോട് NITയിൽ ഏതെങ്കിലും ഒരു കോർ ബ്രാഞ്ചിൽ കയറണം എന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ഏപ്രിൽ അറ്റംപ്റ്റ് ഒന്നുകൂടി ട്രൈ ചെയ്യണം. കുറച്ചും കൂടി സ്കോർ ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചിനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും.